വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി 21 അംഗ യു.ഡി.എഫ് മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. 10 വർഷം അധികാരത്തിലിരുന്ന എൽ.ഡി.എഫ് സർക്കാർ ജനപക്ഷ നടപടികളും ക്ഷേമപ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും കൈവരിച്ച സംസ്ഥാനത്താണ് യു.ഡി.എഫിന് മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിലുണ്ടായ തർക്കങ്ങളും അതുമൂലമുണ്ടായ അസാധാരണമായ കാലതാമസവും പിന്നീട് മന്ത്രിമാർ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിലുണ്ടായ വിതർക്കങ്ങളും തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ലഭിച്ച വിജയത്തിന്റെ തിളക്കം കെടുത്തുന്നതായെന്ന് സാമാന്യജനത്തിന് തോന്നി. എങ്കിലും മന്ത്രിസഭ യാഥാർത്ഥ്യമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ എൽ.ഡി.എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ ആർക്കും നിഷേധിക്കാനാവാത്ത വിധം ചരിത്രത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കലുകളെയും രാഷ്ട്രീയ നയങ്ങളെയും ചെറുത്തുനിന്നാണ് ആ നേട്ടങ്ങൾ കൈവരിച്ചത്. ഇതിൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കിഫ്ബിയും ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും ശക്തിപ്പെടുത്തി ബജറ്റേതര വരുമാനം കണ്ടെത്തിയാണ് അവ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനർത്ഥം ധനസമാഹരണത്തിനുള്ള എല്ലാ മാർഗങ്ങളും സ്വയം കണ്ടെത്തി സാമ്പത്തിക സ്ഥിതി വലിയ പോറലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നാണ്. കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷനുകൾ, പ്രദേശ വ്യത്യാസമില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിന് ആ സർക്കാരിന് സാധിച്ചു. തങ്ങളുടെ മണ്ഡലങ്ങളിൽ കിഫ്ബിയും മറ്റ് പദ്ധതികളും വഴി സൃഷ്ടിച്ച വികസന പ്രവർത്തനങ്ങൾ അന്നത്തെ പ്രതിപക്ഷ എം.എൽ.എമാർ പോലും പുകഴ്ത്തിയിരുന്നുവെന്നും ഓർക്കണം. ഈയൊരു പശ്ചാത്തലത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ സംശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, ആശ, അംഗനവാടി ജീവനക്കാരുടെ വേതനത്തിൽ വർധന എന്നിവ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ പൊതുയാത്രാ സംവിധാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കെ.എസ്.ആർ.ടി.സി എൽ.ഡി.എഫ് സർക്കാർ 10 കൊല്ലം മുൻപ് അധികാരമേറ്റെടുക്കുമ്പോൾ പൂട്ടലിന്റെ വക്കിലായിരുന്നു. ശമ്പളവും പെൻഷനും മുടങ്ങിയിരുന്ന പ്രസ്തുത അവസ്ഥയിൽ നിന്ന് ലാഭത്തിലെത്തിയില്ലെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സാധ്യമായതാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തന വൈവിധ്യത്തിലൂടെ വരുമാന വർധനയുണ്ടാക്കുകയും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ജനസംഖ്യയിലെ ഭൂരിപക്ഷമായ വനിതകൾക്ക് സൗജന്യയാത്ര എന്ന വാഗ്ദാനം സ്വാഗതാർഹമാകുമ്പോഴും ഈ പശ്ചാത്തലം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബദൽ സാമ്പത്തിക സമാഹരണ പദ്ധതി ആസൂത്രണം ചെയ്യാതെയുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. മറ്റൊരു പ്രഖ്യാപനം ആശ, അംഗനവാടി ജീവനക്കാരുടെ വേതനം സംബന്ധിച്ചുള്ളതാണ്. അതിൽ പക്ഷേ അല്പം പിറകോട്ട് പോയിരിക്കുന്നു. 21,000 പ്രതിമാസ വേതനം ആവശ്യപ്പെട്ടുള്ള സമരവേളയിൽ യു.ഡി.എഫ് അധികാരമേറ്റാൽ ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയപ്പോൾ സ്വന്തം വാക്കുകളോട് നീതി പുലർത്തിയിട്ടില്ല. നേരിയ വർധന മാത്രമാണ് പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ കഴിഞ്ഞ ബജറ്റിൽ എൽ.ഡി.എഫ് പ്രഖ്യാപിച്ച വർധനയ്ക്ക് പുറമേയാണോ എന്ന ആശയക്കുഴപ്പവും നിലനിൽക്കുന്നു. ഇന്ധനവില വർധനയുണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് ഇവ കുറച്ച് ജനങ്ങളെ സഹായിക്കുന്നതിൽ സർക്കാർ വിമുഖത കാട്ടുകയാണെന്ന് എൽ.ഡി.എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച ചോദ്യമുണ്ടായതാണ്. എന്നാൽ വ്യക്തമായ ഉത്തരം നൽകുന്നതിന് സന്നദ്ധമായില്ല. വയോജന വകുപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം പുതിയ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. വയോജന സംരക്ഷണത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകി എൽ.ഡി.എഫ് സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. വകുപ്പ് രൂപീകരണം എന്ന ലക്ഷ്യം വെച്ച് വയോജന കമ്മീഷൻ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വയോജന വകുപ്പ് എന്ന തീരുമാനമെടുക്കുന്നതിന് പുതിയ സർക്കാരിന് എളുപ്പമായി. ആദ്യ തീരുമാനങ്ങളിൽ കയ്യടി കിട്ടാവുന്ന ചിലതുണ്ടെങ്കിലും 5 വർഷവും അത് പ്രതീക്ഷിക്കാവുന്നതാണോ എന്നതും തെളിയിക്കപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ടെത്തുന്നതിലുണ്ടായ തർക്കങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയ്ക്കായി ആസൂത്രിത പദ്ധതികൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന മുൻകാല യു.ഡി.എഫ് ഭരണാനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ നിന്ന് വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയായിരിക്കില്ലെന്ന തോന്നലാണ് ആദ്യ മന്ത്രിസഭാ യോഗം നൽകുന്നത്.